ഹായ് മിസ്റ്ററെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ചെറുതായി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ നല്ല അടിപൊളിയുള്ള ഒരു കോളനിയിൽ പുറത്തുനിന്ന് കുറേ ഈച്ചകളൊക്കെ വന്ന് കയറി നമ്മളെ റാണിയെയും അതുപോലെ തന്നെ ഒരുപാട് ഈച്ചകളെയൊക്കെ അത് കൊന്നു കളഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ കോളനി ഒരു കൂടിനെ നമ്മൾ മാറ്റിയാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈച്ചകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ റാണി സെല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ള അങ്ങനെ പ്ലാനിട്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുൻപ് തുറന്ന് നോക്കി. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അന്ന് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഈച്ച ഒരുപാട് കുറഞ്ഞു. കുറച്ച് ഈച്ച, 4-5 ഈച്ച മാത്രമേ അകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു ചർച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു കൂട്ടിലേക്ക് വേറെ എവിടെന്നോ നല്ല അടിപൊളി സ്ട്രെങ്തുള്ള ഒരു കോളനി ആക്രമിച്ച് കയറുന്നതിനിടയ്ക്കാണ് ഞാനത് കണ്ടു. അങ്ങനെ ആക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈച്ച അതിലും ഇങ്ങനെ താഴെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്കത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ കൂടിനെ കൊണ്ട് നമ്മൾ നേരെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിനകത്ത് ഈച്ച കയറുന്നതൊക്കെ ഞാൻ കണ്ടിട്ടാണെങ്കിൽ വന്നത്. അപ്പോൾ എന്തായാലും ഞാനത് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ 2 ആഴ്ചയ്ക്ക് മുൻപ് ഞാൻ ഈ വീഡിയോ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അന്ന് നമ്മളിങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് കുറച്ച് ഈച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വേറൊരു കൂടാണ് കേട്ടോ. അപ്പോൾ ഈ കൂട് പിന്നീട് നമ്മൾ തുറന്നില്ല. അങ്ങനെ അത് ഈ കൂടാണ് നമ്മൾ അന്ന് കറക്റ്റായിട്ട് എല്ലാം ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കുറച്ച് ഈച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് റാണി സെല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതങ്ങനെ നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഏകദേശം ഈ വീഡിയോ എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് നമ്മൾ 2 ആഴ്ചയ്ക്ക് മുൻപുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു അവസ്ഥ തന്നെ. പക്ഷേ നമ്മൾ ഇന്നത്തെ ആ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാകുമായിരുന്നു. കാര്യം ഒരുപാടല്ല കേട്ടോ, ഒരു 4-5 ഈച്ച മാത്രം. അപ്പോൾ അങ്ങനെയുള്ള അതായത് ഇങ്ങനത്തെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഒന്ന് വലിയതായ കുറച്ച് മുട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വീണ്ടും ഈച്ചയുടെ എണ്ണം കൂട്ടാം. അങ്ങനെ അല്ലെങ്കിൽ റാണി സെല്ലും വെച്ച് നമുക്ക് അടിപൊളി കോളനിയാക്കി മാറ്റാം. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 4-5 ഈച്ച മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ഈച്ച സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇതെങ്ങനെ എടുത്തത് കേട്ടോ. അതായത് അവർ ഇങ്ങനെ വന്ന് കയറുന്ന കൂടുകളിൽ ഇതേപോലെ ഈച്ചയൊക്കെ നേരത്തെ താമസിച്ചുള്ള ആ ഒരു എൻട്രൻസും കാര്യങ്ങളും അതുപോലെ അകത്തുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഇതിനകത്ത് തന്നെ സെറ്റാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഈ കൂട് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ നിങ്ങൾ ഇതേപോലെ കാലിക്കൂടോ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കിണിക്കൂട് വയ്ക്കുമ്പോഴും നമ്മൾ ഏതെങ്കിലും ആ കിണിക്കൂട് വയ്ക്കുന്ന കൂടിൻ്റെ എൻട്രൻസൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് ഇപ്പുറത്തെ ബോക്സിൻ്റെ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഈച്ചകൾ ആ എൻട്രൻസിൻ്റെ ആ ഒരു സ്മെല്ല് പിടിച്ച് പെട്ടെന്ന് അവർ ആ കൂട്ടിലേക്ക് കയറുകയും അങ്ങനെ നമുക്ക് അതും ആ കോളനികളും നമ്മളെ കിണിക്കൂടുകൾ എല്ലാം നല്ല വിജയിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ആ കൂട് അവിടെ കാണിച്ചു തരാം ഇനിയുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ചർച്ചിൻ്റെ സൈഡിലായിട്ട് കേട്ടോ. അപ്പോൾ ഈച്ചകൾ ഒരുപാട് പുറത്തുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ചത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഈ കൂട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 1-2 ദിവസത്തോളം നമുക്ക് ഇവിടെ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഈച്ചകൾ അകത്ത് കയറി അതേപോലെ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒരു അതായത് പുറത്ത് കിടന്ന ഈച്ചയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് ഈച്ചകൾ പുറത്തുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ദിവസം കൊണ്ട് ഇത് ഏകദേശം ഈച്ചകളെല്ലാം ഇതിനകത്ത് തന്നെ സെറ്റായി കിട്ടും. ഇതാണ് ഈ സൈഡിലാണ് കേട്ടോ. ഇതൊരു കരിങ്കല്ലിൻ്റെ സൈഡാണ്. ചർച്ചിൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു കരിങ്കല്ല് കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഈച്ചകൾ താഴെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഈ കോളനിയിൽ ഇനി ഈച്ച എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.